പൊതുതെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും പക്ഷം ചേരാത്ത പൊതുപ്രവർത്തനങ്ങളുമായി പാവങ്ങളുടെ അത്താണിയാവുകയാണ് പാങ് പൊതുപ്രവർത്തക സമിതി. ഇവിടെ പാങ്ങിൻ്റെ പൊതുപ്രവർത്തക സമിതിൻ്റെ നമ്മുടെ പ്രവർത്തകന് കണക്കിയിൽ അബ്ദുൽ നാസറിൻ്റെ അവർ കൊടുത്ത ഈ സ്ഥലത്ത് പാങ് പൊതുപ്രവർത്തക സമിതി വളരെ മാന്യമായി എല്ലാവർക്കും 3 സെൻറ് സ്ഥലം വീതം സ്ഥലം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അർഹതപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവരെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങളെല്ലാ പ്രവർത്തകനും, ഞാനും അതിലൊരു എളിയ പ്രവർത്തകനാണ്, അപ്പോൾ എല്ലാ പ്രവർത്തകനും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ ജനങ്ങൾക്കും, എല്ലാ ആളുകൾക്കും, എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ഇതുപോലെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് എല്ലാ മനസ്സും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ വളരെ വിനയത്തിൽ അപേക്ഷിക്കുകയാണ്. കാരുണ്യ പ്രവർത്തന രംഗത്ത് എണ്ണിയാലൊതുങ്ങാത്ത സേവനങ്ങൾ സമർപ്പിച്ച ഈ സമിതി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പൊതുപ്രവർത്തക മേഖലയിൽ സജീവമായിരിക്കുകയാണ്. പാങ്ങിലെ 20ഓളം പാവങ്ങൾക്ക് ഇന്നിവിടെ ഭൂമി ദാനം ചെയ്യുന്ന ഈ വെള്ളിയാഴ്ച നല്ല ദിവസത്തിൽ ഇന്ന് ഇവിടെ കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ കുറേ അവസരമായ പാവങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് അവർക്ക് ഇന്ന് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. പൂക്കോട്, പാലേപ്പറമ്പ് പ്രദേശങ്ങളിലായി ഇത്തവണ സമിതി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 15 നിർധന കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകിയിരിക്കുന്നതും ഓരോ കുടുംബങ്ങൾക്കും 3 സെന്റ് വീതം മൊത്തം 45 സെന്റ് ഭൂമി സമിതിയുടെ കീഴിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീതിച്ചു നൽകി. ചക്കിക്കായ് പാലാപ്പറമ്പ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിന് ഇവിടെ ഒരു ഏക്കർ സ്ഥലത്തിൻ്റെ അടുത്തുണ്ട്. ഇതിനുള്ള നിറയെ കൊടുക്കാനുള്ള ഉദ്ദേശങ്ങളാണ് കുറേ ആർക്ക് ഇപ്പോൾ ഇന്ന് കൊടുത്തു. വീണ്ടും തുടർന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇനിയും കൊടുക്കാനുണ്ട്. വിവിധ സ്റ്റേറ്റിൽ ജില്ലാ തലത്തിൽ തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളൊക്കെ. സ്ഥലവും കാലവും പണവും പക്ഷവും നോക്കാതെ നിരാലംബരെ കണ്ടെത്തി സഹായം ചെയ്യാൻ മുന്നോട്ടിറങ്ങിയ പാങ് പൊതുപ്രവർത്തക സമിതിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പകരം വയ്ക്കാൻ മതിയായ വാക്കുകളില്ല. ഇത് വളരെ ഒരു ആവശ്യമായ ഒരു കാര്യമാണ്. ഇരിക്കാൻ കൂരില്ലാത്തവർക്ക് ഒരു ഇരിക്കക്കൂര ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി സഹായിക്കുക, അതിനു വേണ്ടി സ്ഥലം കൊടുക്കുക എന്നത് അങ്ങേയറ്റം വലിയ ഒരു പുണ്യമുള്ള ഒരു അമലാണ്. ഈ അമല് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ജീവിത ചെലവുകളുടെ ആധിക്യത്തിനിടെ അന്നം പോലും അന്യമായവർ സ്വപ്നം കണ്ടത് സമിതി യാഥാർത്ഥ്യമാക്കിയപ്പോൾ അവരുടെ വാക്കുകളിലും ക്ഷാമം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. 11 വർഷമായി ഞാൻ എൻ്റെ കുട്ടികളായിട്ട് വാടാപ്പരയിൽ കച്ചുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 3 സെൻറ് സ്ഥലം ഇവിടെ പേർക്ക് കിട്ടിയിട്ടുണ്ട്. കണക്കിൽ മാനുപ്പ എന്ന് പറഞ്ഞ ആൾ തന്നിട്ടുണ്ട്. ഇന്നെപ്പോലെ ഇവിടെ 15 പേർക്കാരും വന്നിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ വാടാപ്പരയിലായി നിൽക്കാരം. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ 11 കൊല്ലമായിട്ട് വാടാപ്പരയിൽ ഒരു ഉറുപ്പ്യൻ്റെ സ്വത്തും എനിക്കൊരു വകയിൽ നിന്ന് കിട്ടാല്ല. ഇപ്പോൾ തന്നിൽ ഈ മാനുപ്പ എന്ന് പറഞ്ഞ ആൾക്കും ഇതിൽ കൂടി എല്ലാവർക്കും എൻ്റെ നന്ദി. നന്ദി വാക്കുകളും ഇനിയുള്ള ജീവിത പ്രതീക്ഷകളും അവർ നേരിയ ഇടറലോടെ വലിയ വായിൽ പറഞ്ഞുവെച്ചു. ഒരുപാട് കാലമായി ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്കൊരു 3 സെൻറ് സ്ഥലം തന്ന ഈ മാനക്കാക്കും അതിൽ കൂടി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങളെ ജീവിത സഹചാരിയാക്കിയ സമിതി പ്രവർത്തകരും കൂടുതൽ സേവനങ്ങൾ ചെയ്യാൻ തങ്ങൾക്ക് കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസവും പങ്കുവച്ചു. വേദിയുടെ കീഴിൽ 100ഓളം കുടുംബങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങിയ നമ്മുടെ ഈ പരിപാടി 150ഉം കടന്ന് ഒരുപാട് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ, നിർധനരായുള്ള ആളുകൾ ഒരുപാട് കവിഞ്ഞത് കാരണം നമ്മുടെ പല പ്രദേശങ്ങളിലുമായിട്ട് നമ്മുടെ കണക്കയിൽ മാനുവിൻ്റെ നേതൃത്വത്തിൽ ഈ പരിപാടി വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പാങ് പലകപ്പറമ്പിൽ നമ്മൾ ഈ സ്ഥലത്തിന് പുറത്ത് പാലക്കാടിൽ നിന്നും അതുമാതിരി തന്നെ പട്ടാമ്പി, മണ്ണാർക്കാട്, പിന്നെ അതുമാതിരി പല ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുകയും അതുമാതിരി ആലപ്പുഴ ജില്ലയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം നമ്മൾ 10-20ഓളം കുടുംബങ്ങൾക്ക്, ഇപ്പോൾ ഇവിടെ 15 കുടുംബത്തിന് നമ്മൾ ഈ ഭാഗത്ത് ഇപ്പോൾ സ്ഥലം നിശ്ചയിച്ചു കൊടുത്തു. ഇനി ബാക്കിയുള്ളവർക്ക് താഴെ ഏരിയയിലും പടിഞ്ഞാറ്റുമുറിയിലും കോൽക്കളത്തുമായിട്ട് ഇപ്പോൾ അടുത്ത് തന്നെ നമ്മൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാങ് പൊതുപ്രവർത്തക സമിതി ഭാരവാഹികളും പ്രവർത്തകരുമായ കണക്കയിൽ നാസർ, ഹമീദ് പാറമ്മൽ, ഷെരീഫ് വരിക്കോടൻ, ഗിരീഷ്, മൂസ സാഹിബ്, ഹുസൈൻ എ കുഞ്ഞാമത് തുടങ്ങി നിരവധി പേർ സഹായഭൂമി വിതരണ ചടങ്ങിൽ പങ്കെടുത്തു. കൊല്ലമായി ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കണമെങ്കിൽ എനിക്കൊരു ഭാഗമില്ല. ഇപ്പോൾ മാനിപ്പാക്ക് 3 സെൻറ് സ്ഥലം തന്നതിന് എല്ലാവർക്കും നന്ദി. സമിതിയുടെ പൊതുപ്രവർത്തനങ്ങളെക്കുറിച്ചറിഞ്ഞ പാങ്, പള്ളിപ്പറമ്പ്, പാലപ്പറ, കൊറ്റോത്ത്, PK മുജീബ് 3 പേർക്ക് വീട് വെക്കാൻ സ്ഥലം നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്.